UAE വികസിപ്പിച്ച ആദ്യ നാനോ ഉപഗ്രഹം വിക്ഷേപണത്തിന് തയ്യാറായി. നൈഫ് 1 എന്ന് പേരിട്ട ഉപഗ്രഹം ഈ വർഷം അവസാനം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കും. റിപ്പോർട്ടിലേക്ക്. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ വിദഗ്ധരും അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിലെ വിദ്യാർത്ഥികളുമാണ് നൈഫ് 1 എന്ന നാനോ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത്. വിക്ഷേപണത്തിനു മുൻപുള്ള മുഴുവൻ പരീക്ഷണ ഘട്ടങ്ങളും ഉപഗ്രഹം വിജയിച്ചതായി MBRSC ഡയറക്ടർ ജനറൽ യൂസുഫ് ഹമദ് അൽ ഷെയ്ബാനി അറിയിച്ചു. പൂർണ്ണമായും UAE സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഉപഗ്രഹത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചത്. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ചെറു ഉപഗ്രഹം അറബിയിലാണ് സന്ദേശങ്ങൾ കൈമാറുകയെന്ന പ്രത്യേകതയുമുണ്ട്. സാധാരണ നാനോ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം നിയന്ത്രിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. 1 കിലോ 100 ഗ്രാം മാത്രമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേഷൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിൽ തയ്യാറായി കഴിഞ്ഞു. അമേരിക്കയിലെ സ്പേസ് ഫാർക്കർ 9 റോക്കറ്റാണ് നൈഫ് 1 ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുക. വിക്ഷേപണ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഇന്ത്യൻ പാസ്പോർട്ടുകൾ UAEയിൽ 5 ദിവസം കൊണ്ട് പുതുക്കാം. നിയമ നടപടികൾ പൂർത്തീകരിച്ച ഇന്ത്യക്കാർക്ക് 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് പുതുക്കി നൽകുന്നതിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഈ മാസത്തിൽ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ അംബാസഡർ TP സീതാറാം അറിയിച്ചു. പുതുക്കുന്ന പാസ്പോർട്ടുകൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമല്ല. പഴയ പാസ്പോർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പോലീസ് വെരിഫിക്കേഷൻ അത്യാവശ്യമായി വരുന്നത്. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഴുവൻ യാത്രക്കാർക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഇതിനായി അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഈയിടെ കൊണ്ടുവന്ന സ്മാർട്ട് ട്രാവൽ പദ്ധതി ഉപയോഗപ്പെടുത്താൻ നേരത്തെ യാത്രക്കാരോട് രജിസ്ട്രേഷൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇതാണ് സീസണിലെ തിരക്ക് പരിഗണിച്ച് നിർബന്ധമാക്കിയിരിക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടി ചെക്ക് ഇൻ ഏരിയകളിലെ കൗണ്ടറുകളിലെല്ലാം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച റമദാൻ വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഷാർജ സ്കൂൾ മൈതാനത്ത് നടന്ന ടൂർണമെന്റിൽ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം തുടർച്ചയായ 3-ാം വർഷവും ചാമ്പ്യന്മാരായി. 1-നെതിരെ 3 സെറ്റുകൾക്ക് ഓൺലി ഫ്രഷ് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ടീം ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയത്. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം ട്രോഫികൾ വിതരണം ചെയ്തു. UAEയിലെ വ്യവസായി കൂട്ടായ്മയായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഷാർജ സജ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കായി ഇഫ്താർ സംഗമം നടത്തി. തൊഴിലാളികൾക്കൊപ്പം IPA ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. ക്യാമ്പിലെ 4000-ലധികം വരുന്ന തൊഴിലാളികൾക്ക് 10 ദിവസത്തിനുള്ള ഭക്ഷണത്തിനുള്ള തുകയും IPA ഭാരവാഹികൾ നൽകി. IPA ചെയർമാൻ സഹീർ KP, ട്രഷറർ CK ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിൽ മൊബൈൽ ഫോൺ ഷോപ്പുകളിൽ 50% സ്വദേശിവൽക്കരണം നടപ്പാക്കാനുള്ള സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഉത്തരവ് 8002 സ്ഥാപനങ്ങൾ നടപ്പാക്കിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഉത്തരവ് ഏറ്റവും കൂടുതൽ നടപ്പാക്കിയത് കിഴക്കൻ പ്രവിശ്യയിലാണ്. 20 ദിവസത്തിനിടെയായി 9813 പരിശോധനകളാണ് മന്ത്രാലയം നടത്തിയത്. നിയമലംഘനത്തെ തുടർന്ന് 988 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ഗുണനിലവാരം കുറഞ്ഞ കുപ്പിവെള്ളം വിപണനം നടത്തുന്നതായി പരാതി. ഫുഡ് ആൻഡ് ഡ്രഗ്സ് ഇത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. സൗദിയിൽ വേനൽ കനത്തതോടെ കുപ്പിവെള്ളത്തിന്റെ ആവശ്യം ഏറുകയും ഇത് മുതലാക്കി ചില കമ്പനികൾ നിലവാരം കുറഞ്ഞ കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നതായും പരാതി. ഇത് കണക്കിലെടുത്ത് രാജ്യത്ത് വിൽപ്പന നടത്തുന്ന കുപ്പിവെള്ളത്തിന്റെ നിലവാരം പരിശോധിക്കാൻ സൗദി ഫുഡ് ഡ്രഗ്സ് തയ്യാറെടുക്കുന്നു. സൗദിയിൽ കുപ്പിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഫാക്ടറികളിലും പരിശോധന നടത്തുമെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി ഡോക്ടർ മുഹമ്മദ് അൽ നാസിർ വ്യക്തമാക്കി. കൂടാതെ കടകളിൽ വിൽപ്പന നടത്തുന്ന കുപ്പിവെള്ളത്തിൽ നിന്നും സാമ്പിളുകൾ ലാബുകളിൽ എത്തിച്ച് പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തും. റമദാൻ ആരംഭിച്ചതോടെ പല കമ്പനികളും നിലവാരം കുറഞ്ഞ കുപ്പിവെള്ളമാണ് വിൽപ്പന നടത്തുന്നത്. പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തുന്ന മുറയ്ക്ക് ഉൽപാദനം നിർത്തിവെൽപ്പിക്കുകയും കമ്പനികളുടെ മേൽ മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നേരത്തെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് നടത്തിയ പരിശോധനയിൽ കുപ്പിവെള്ളത്തിന്റെ നിലവാരം കുറഞ്ഞതിനെ തുടർന്ന് സൗദിയിൽ 66 ഫാക്ടറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിരുന്നു. പരിശോധനയിൽ 48% ഫാക്ടറികളും വിപണിയിലിറക്കുന്ന വെള്ളം നിലവാരമില്ലാത്തതാണ്. പല കമ്പനികളുടെയും വെള്ളത്തിൽ ബ്രോമാറ്റിന്റെ അളവ് കൂടിയതായി കണ്ടെത്തിയിരുന്നു. സൗദിയിൽ ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെയും ഗുണമേന്മ പരിശോധിക്കണമെന്ന് അടുത്തിടെ സൗദി ഷൂറ കൌൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. നിലവാരമില്ലാത്ത കുടിവെള്ളം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം.
സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ മേൽ ഏർപ്പെടുത്തിയ ലെവി സംഖ്യ ഉയർത്തിയതായി വ്യാജ പ്രചരണം. വർഷത്തിൽ നൽകേണ്ട ലെവി ഫീസ് 2400 റിയാൽ 6000 റിയാലാക്കി തൊഴിൽ മന്ത്രാലയം ഉയർത്തിയതായാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത്. ലെവി സംഖ്യ 6000 റിയാലാക്കി ഉയർത്തിയതായി അൽവത്തൻ പത്രം റിപ്പോർട്ട് ചെയ്തതായാണ് പ്രചരണം. മന്ത്രാലയം ഇത്തരത്തിൽ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ മുഫ്രീജ് അൽ ഖുബാനി വ്യക്തമാക്കി. കാവാലം നാരായണ പണിക്കരുടെ നിര്യാണത്തിൽ സൗദിയിൽ വിവിധ സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. മലയാള നാടകത്തിന് പുതുവ്യാകരണം രചിച്ച മനീഷ ആയിരുന്നു കാവാലം നാരായണ പണിക്കരെന്ന് നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കാവാലത്തിന്റെയും ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കീർത്തനയുടെയും നിര്യാണത്തിൽ നവയുഗം സാംസ്കാരിക വേദി, കേന്ദ്ര കമ്മിറ്റി, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പേരന്റ്സ് അസോസിയേഷൻ, കേരള എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രവാസി സാംസ്കാരിക വേദി, സൗദി അറേബ്യ എന്നീ ഘടകങ്ങളും അനുശോചനം രേഖപ്പെടുത്തി. നവയുഗം സാംസ്കാരിക വേദിയുടെയും എറണാകുളം ജില്ലാ വെൽഫെയർ അസോസിയേഷന്റെയും സഹായത്തോടെ തർഹീലിൽ നിന്നും മലയാളി ഹൗസ് മെയ്ഡ് നാട്ടിലേക്ക് മടങ്ങി. എറണാകുളം സ്വദേശിനിയായ സൈദ പത്തലിൽ അബ്ദുള്ളയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയത്. 3 വർഷമായി ദമാമിൽ വീട്ടുജോലിക്കാരിയായി കഴിയുകയായിരുന്നു. ദുരിതങ്ങളെ തുടർന്ന് നവയോഗം പ്രവർത്തകർ നാട്ടിലേക്ക് മടങ്ങാൻ സഹായം നൽകുകയായിരുന്നു. അമേരിക്കയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി ഡോക്ടർ അബ്ദുൽ ജലീലിനും കുടുംബത്തിനും തനിമ ദമാം സോണിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ഓഷ്യാന റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദമാം സോണൽ പ്രസിഡന്റ് സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തനിമ അഖില സൗദി രക്ഷാധികാരി KM ബഷീർ ഡോക്ടർ അബ്ദുൽ ജലീലിന് ഉപഹാരം കൈമാറി. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിൽ അബുദാബി ഭാഗത്തേക്കുള്ള പാലം വെള്ളിയാഴ്ച തുറക്കുമെന്ന് RTA ചെയർമാൻ മത്തർ അൽ തായർ അറിയിച്ചു. ദുബായ് വാട്ടർ കനാൽ പദ്ധതിയുടെ ഭാഗമായാണ് 8 വരി പാലം. ആദ്യഘട്ടത്തിൽ 6 വരിയാണ് തുറക്കുക. ബാക്കിയുള്ളവ ജൂലൈ മധ്യത്തോടെ തുറന്നുകൊടുക്കും. പ്രമുഖ വ്യാപാര ശൃംഖലയായ ഗ്രാൻഡ് മാളിന്റെ ഖത്തറിലെ ഗ്രാൻഡ് എക്സ്പ്രസ് നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. റീജൻസി ഗ്രൂപ്പിന്റെ GCCയിലെ 45ാമത്തെ ശാഖയാണ് ഗ്രാൻഡ് എക്സ്പ്രസ് എന്ന് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ പറഞ്ഞു. ഏഷ്യൻ ടൗണിൽ ഗ്രാൻഡ് മാളിന് സമീപം പ്ലാസ മാളിലാണ് പുതിയ ഗ്രാൻഡ് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി കൊച്ചിയിൽ സമൂഹ നോമ്പുതുറ. മതസൗഹാർദ്ദത്തിനായി പ്രവർത്തിക്കുന്ന റെഡ് സ്റ്റാർ എന്ന കൂട്ടായ്മയാണ് വിവിധ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും പങ്കെടുപ്പിച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. തൃക്കാക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റെഡ് സ്റ്റാർ എന്ന യുവ കൂട്ടായ്മയായിരുന്നു സമൂഹ നോമ്പുതുറയുടെ സംഘാടകർ. സങ്കുചിത ജാതിമത ചിന്തകൾ സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഒത്തുചേർന്നു. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നവർക്കൊപ്പം നോമ്പു തുറക്കാൻ ഒരു നാടൊന്നാകെ എത്തി. എല്ലാ ആഘോഷങ്ങളും ഇവർക്കിങ്ങനെയാണ്. ഓണത്തിന് സമൂഹ ഓണസദ്യയും ക്രിസ്തുമസിന് കരോളും കേക്ക് മുറിക്കലും ഒക്കെ അവരൊന്നാകെ ഏറ്റെടുക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ റംസാൻ മാസക്കാലത്തും സമൂഹ നോമ്പുതുറയും ഇവർ സംഘടിപ്പിച്ചു വരുന്നു. സ്വന്തം വീട്ടിൽ എന്ത് ഭക്ഷണം പാകം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഭരണകർത്താക്കളുള്ള സമയത്താണ് എല്ലാ മതവിഭാഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് റെഡ് സ്റ്റാർ തൃക്കാക്കര നടത്തിയത്. ഇതിലൂടെ ജനങ്ങളെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും ഒന്നാണെന്നും ഈ ഒരു വിഭാഗത്തിന് മാത്രമല്ല നോമ്പെന്ന് എല്ലാവരെയും ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ് റെഡ് സ്റ്റാർ തൃക്കാക്കര നടത്തിയിട്ടുള്ളത്. PT തോമസ് MLA, തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ KK നീനു തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഓരോ ആഘോഷങ്ങളും റെഡ് സ്റ്റാർ എന്ന യുവ കൂട്ടായ്മയ്ക്ക് നാടിന്റെ ഐക്യം കൂട്ടിയിണക്കാനുള്ള കൂടിച്ചേരലുകളാവുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന സർക്കാരിന് വഴങ്ങി സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് സീറ്റിൽ എൻട്രൻസ് കമ്മീഷണറുടെ റാങ്ക് പട്ടികയിൽ നിന്നാകും ഇത്തവണ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം. 98 കോളേജുകളാണ് സർക്കാരുമായി കരാറിൽ ഒപ്പിട്ടത്. ഇതിൽ 57 കോളേജുകൾ മെറിറ്റ് സീറ്റിൽ ഫീസ് നിരക്ക് കുറച്ചു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റ് ഈ മാസം 30-ന് നടക്കാനിരിക്കെയാണ് മാനേജ്മെന്റ് അസോസിയേഷനുകൾ പിടിവാശി വിട്ട് സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടത്. മാനേജ്മെന്റ് സീറ്റിലേക്ക് മാർക്ക് ഏകീകരണത്തിന് മുൻപുള്ള പട്ടികയിൽ നിന്നും പ്രവേശനം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടിന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ വഴങ്ങുകയായിരുന്നു. 98 കോളേജുകളാണ് സർക്കാരുമായി കരാർ ഒപ്പിട്ടത്. ഇതിൽ 57 കോളേജുകൾ 50,000 രൂപയ്ക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. ഇവർ 25,000 രൂപ സ്കോളർഷിപ്പ് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു. പ്രീ നോർമലൈസേഷൻ എന്ന ആ ക്ലോസ് ഇല്ല. അത് മാറ്റിയിട്ടാണ് ഈ വർഷത്തെ എഗ്രിമെന്റ് ഒപ്പിട്ടത്. 57 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ 25,000 രൂപ
സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് ഫീസ് നിരക്ക് കുറയ്ക്കും. ശേഷിക്കുന്ന 41 കോളേജുകളിൽ പഴയ ഫീസ് ഘടന തുടരും. മാനേജ്മെന്റ് സീറ്റിൽ 75,000 രൂപയും മെറിറ്റ് സീറ്റിൽ 50,000 രൂപയുമാണ് ഫീസ്. പ്രവേശനത്തിന് ശേഷം SC, ST, OBC സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നാൽ എൻട്രൻസ് കമ്മീഷണർക്ക് വീണ്ടും പരസ്യം നൽകി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം. അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ. എൻട്രൻസ് പരീക്ഷ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ SC/STയുടെ സീറ്റുകൾ അന്യാധീനപ്പെട്ടു പോകുന്നില്ല. ചുരുക്കത്തിൽ +2 ജയിച്ച വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കണമെന്ന മാനേജ്മെന്റിന്റെ വാദം പൂർണ്ണമായും സർക്കാർ നിരാകരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1 മാസം നീണ്ടുനിന്ന എഞ്ചിനീയറിംഗ് ചർച്ചകളാണ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തീരുമാനമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസ് പ്രതിയെ അമീറിനെ പെരുമ്പാവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും പ്രതി ധരിച്ചിരുന്ന വസ്ത്രവും പോലീസ് കണ്ടെടുത്തതായാണ് സൂചന. അതേസമയം അമീറുളിനെ അറിയില്ലെന്ന് തിരിച്ചറിയൽ പരേഡിൽ ജിഷയുടെ അമ്മയും സഹോദരിയും. അതേസമയം അമീറിന്റെ DNA വീണ്ടും സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ 5:30 ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പ്രതി ആമിറുൽ ഇസ്ലാമിനെയും കൂട്ടി പോലീസ് സംഘം പെരുമ്പാവൂരിലേക്ക് പുറപ്പെട്ടു. 6:20 പ്രതിയെ കൊലപാതകം നടന്ന പെരുമ്പാവൂർ കുറുപ്പമ്പടി വട്ടോളിപ്പടിയിലെ ജിഷയുടെ വീട്ടിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തി. കൊലപാതക ദിവസം ഈ വീട്ടിൽ വെച്ച് താൻ ചെയ്ത കൃത്യങ്ങൾ ആമിറുൾ പോലീസിന് വിശദീകരിച്ചു. കൊലപാതകത്തിന് ശേഷം കത്തിയും മദ്യക്കുപ്പിയുമായി ഇറങ്ങി വന്ന വഴിയും ഇവ ഉപേക്ഷിച്ച സ്ഥലങ്ങളും കനാലിലേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ചെളിയിൽ താഴ്ന്നു പോയ സ്ഥലവും ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു. തുടർന്ന് സംഭവ ദിവസം മദ്യം വാങ്ങിയ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്കും ഭക്ഷണം കഴിച്ച ഹോട്ടലിലേക്കും കൊണ്ടുപോയി തെളിവെടുത്തു. അതിനുശേഷമാണ് ആമിറുൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇരിങ്ങോൾ വൈദ്യശാലപ്പടിയിലെ ലോഡ്ജിലെത്തിച്ചത്. എന്നാൽ ജനം നിറഞ്ഞതിനാൽ പ്രതിയെ വാഹനത്തിനുള്ളിലിരുത്തി തന്നെ പോലീസ് കാര്യങ്ങൾ ആരാഞ്ഞു. പ്രതിയെ തിരികെ ആലുവയിലെത്തിച്ച് 11:30 ജിഷയുടെ മാതാവ് രാജേശ്വരി അമ്മയെയും സഹോദരി ദീപയെയും ഇയാളെ തിരിച്ചറിയുന്നതിനായി പോലീസ് ആലുവയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ പ്രതി ആമിറുൽ ഇസ്ലാമിനെ മുൻപ് കണ്ട പരിചയമേയില്ലെന്ന് ഇവർ പോലീസിൽ മൊഴി നൽകി. ഞാനും അമ്മ അറിയില്ലാത്തൊരു വ്യക്തിയാണ്. എന്താ നമ്മൾ ചോദിച്ചു, എന്തിനാ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തത്, നീ നിന്നെ ആരാ പറഞ്ഞു വിട്ടെ, അല്ലെങ്കിൽ നിന്റെ എന്തിനു വേണ്ടി ചെയ്തെന്ന് ചോദിച്ചു. പക്ഷെ അയാൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയില്ലാത്തതിനെ കൊണ്ട് സാറുമാർ അത് പറഞ്ഞു കൊടുത്തു. അയാൾ പറഞ്ഞു ചെയ്തെന്നാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയം കൃത്യം നടത്തിയതിനു ശേഷം ജിഷയുടെ വീടിന്റെ പുറകുവശത്ത് 2ാമത്തെ വട്ടമരത്തിന്റെ ചുവട്ടിൽ നിന്ന് വടക്കുവശത്തുള്ള കനാൽ ബണ്ടിൽ കത്തി വലിച്ചെറിഞ്ഞതായി അമീർ പോലീസിന് മൊഴി നൽകി. 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം പൂർത്തിയാക്കി വിചാരണ നടപടികൾ തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. മലപ്പുറം മങ്കടയിലെ സദാചാര കൊലക്കേസിൽ 7 മുസ്ലിം ലീഗ് പ്രവർത്തകർ കസ്റ്റഡിയിലായി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് കൂട്ടിലങ്ങാട് സ്വദേശി കുന്നശ്ശേരി നസീറിനെയാണ് മൃഗീയമായി കൊലപ്പെടുത്തിയത്. രാത്രി 12 മണിയോടെയാണ് സംഭവം. നസീർ സന്ദർശിച്ച വീടിന്റെ വാതിൽ അക്രമി സംഘം തകർത്ത് ഉള്ളിൽ കടന്ന് ചോദ്യം ചെയ്തു. തുടർന്ന് മർദ്ദനം. 3 മണിക്കൂർ നേരം മൃഗീയമായി മർദ്ദിച്ചു. വെള്ളത്തിനു വേണ്ടി യാചിച്ച നസീറിന് അതുപോലും നൽകിയില്ല. മരണം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ പോലും അനുവദിച്ചത്. CPIM പ്രവർത്തകനായ നസീറിനെ ചതിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. സംഭവിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി അസമയത്ത് വിളിച്ചു വരുത്തി സഹായത്തിന് വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ആ സ്ത്രീയിലൂടെ സഹായത്തിന് വേണ്ടി വിളിച്ചു വരുത്തുകയായിരുന്നു. പക്ഷെ ഇരുട്ടിന്റെ മറവിൽ നേരത്തെ പറഞ്ഞ സദാചാര പോലീസ് കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കി, പകപോക്കൽ നടപ്പാക്കി വളരെയധികം മതിര് കടന്നുപോയി എന്നുള്ളതാണ് ആർക്കും കയറി കണ്ടാൽ ബോധ്യപ്പെടുന്ന കാര്യം. പോലീസ് പിടിയിലായവരെല്ലാം സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. 2 പ്രതികൾ ഒളിവിൽ പോയതായാണ് പോലീസ് പറയുന്നത്. പെരിന്തൽമണ്ണ CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സ്മാർട്ട് സിറ്റി 2021 പൂർണ്ണ സജ്ജമാകുമെന്ന് മുഖ്യമന്ത്രി. സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടം സംബന്ധിച്ച ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനായി കരാർ വ്യവസ്ഥകളിൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സ്മാർട്ട് സിറ്റി 2021 പൂർണ്ണമായും സജ്ജമാകുമെന്നും കരാർ വ്യവസ്ഥകൾ കൃത്യമാക്കി IT കമ്പനികൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ജില്ലാ ഭരണകൂടത്തിന്റെ പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കി പദ്ധതി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ റിവ്യൂ മീറ്റിംഗുകൾ നടത്തിവരുന്നു. സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുന്നത്. 2021 ആകുമ്പോഴേക്കും പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് സ്മാർട്ട് സിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാതിരിക്കാൻ കരാർ വ്യവസ്ഥകളിൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്നും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. 38 പഞ്ചായത്തുകളിൽ കൂടി മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ പറഞ്ഞു.
സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളുടെയും ആശുപത്രികളുടെയും പ്രവർത്തനം നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയ്ക്കൊടുവിൽ 14-ാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ജോർജ് ഫെർണാണ്ടസ് സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. സംസ്ഥാനത്തെ 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് CAG റിപ്പോർട്ട്. 889.89 കോടി രൂപയുടെ നഷ്ടമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സർക്കാരിനുണ്ടായത്. ഭരണനിർവഹണത്തിലെ വീഴ്ച ഗുരുതര സാമ്പത്തിക പ്രത്യാഘാതത്തിന് കാരണമായെന്നും CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. EFL നിയമം നടപ്പാക്കുന്നതിൽ സർക്കാരിന് വൻ വീഴ്ച ഉണ്ടായതായും നിയമസഭയിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലാണ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വിവരിക്കുന്നത്. സംസ്ഥാനത്തെ 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് പറയുന്ന റിപ്പോർട്ട് 889.89 കോടി രൂപയാണ് നഷ്ടമെന്നും വ്യക്തമാക്കുന്നുണ്ട്. KSRTC, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ എന്നിവയാണ് കോടികളുടെ നഷ്ടം സമ്മാനിച്ച പ്രധാന സ്ഥാപനങ്ങൾ. KSRTCയുടേത് 508.22 കോടിയും കശുവണ്ടി വികസന കോർപ്പറേഷന്റേത് 127.99 കോടി രൂപയും സിവിൽ സപ്ലൈസിന്റേത് 89.17 കോടി രൂപയുമാണ് നഷ്ടം. 50 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലുണ്ട്. 15 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമെന്ന് പറയുന്ന CAG റിപ്പോർട്ട് ഭരണനിർവഹണത്തിലെ വീഴ്ച ഗുരുതര സാമ്പത്തിക പ്രത്യാഘാതത്തിന് കാരണമായെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയമം, കരാറുകൾ, ചട്ടം എന്നിവ പാലിക്കാത്തതുമൂലം സർക്കാരിനുണ്ടാക്കിയ നഷ്ടം 106.34 കോടി രൂപയും സാമ്പത്തിക താൽപര്യം സംരക്ഷിക്കാത്തതുമൂലം 28 കോടി രൂപ നഷ്ടവും ഉണ്ടായതായും റിപ്പോർട്ട് പരാമർശിക്കുന്നു. 5 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിരിച്ചുവിടൽ ആരംഭിച്ചു. 9 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി ഒടുക്കുന്നതിലെ കാലതാമസം മൂലമുണ്ടായ നഷ്ടം 64.82 കോടി രൂപ. EFL നിയമം വന്നിട്ട് 15 വർഷമായിട്ടും നിയമം നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച. റവന്യൂ, വനം വകുപ്പുകൾക്ക് ഏകോപനമില്ല. സർവേകളും അതിർത്തി നിർണയവും പൂർത്തീകരിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൽ പിടിപ്പുകേട് തുടങ്ങിയ കാര്യങ്ങളും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തെറ്റായ വിനിയോഗ സർട്ടിഫിക്കറ്റുകളുടെ സമർപ്പണത്തിലൂടെ ഉണ്ടായ നഷ്ടം 15.20 കോടി. പൊതുമരാമത്ത്, ജലഗതാഗതം എന്നിവയിലെ പല പ്രവൃത്തികളുടെയും ഫലപ്രാപ്തി വിലയിരുത്തിയിട്ടില്ലെന്നും CAG കുറ്റപ്പെടുത്തുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം നടപ്പാക്കിയതിൽ കാര്യക്ഷമതയില്ല. പാലം പണികളിൽ കരാറുകാരന് അനർഹമായി നൽകിയത് 1.09 കോടി രൂപ. CAGയുടെ പരിശോധനാ റിപ്പോർട്ടുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന അതൃപ്തിയും CAG റിപ്പോർട്ടിൽ പ്രകടമാക്കിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുൽബർഗ റാഗിംഗ് സംഭവത്തിൽ അന്വേഷണ സംഘം എടപ്പാളിൽ. കേരള പോലീസിനും കർണാടക പോലീസിനും പെൺകുട്ടി നൽകിയ മൊഴി ഒന്നാണെന്ന് ഗുൽബർഗ DYSP ജാൻവി പറഞ്ഞു. 4-ാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. അതേസമയം കോളേജിൽ റാഗിംഗ് നടന്നിട്ടില്ലെന്ന് രാജീവ് ഗാന്ധി സർവകലാശാല സമിതി റിപ്പോർട്ട് നൽകി. കുടുംബ പ്രശ്നമാണ് അശ്വതിയുടെ ആത്മഹത്യാശ്രമത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ട്. ഗുൽബർഗ റാഗിംഗ് അന്വേഷിക്കുന്ന DYSP ജാൻവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെയാണ് എടപ്പാളിൽ എത്തിയത്. എടപ്പാളിൽ എത്തിയ അന്വേഷണ സംഘം റാഗിംഗിന് ഇരയായ പെൺകുട്ടിയെ ചികിത്സിച്ച എടപ്പാളിലെ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴിയെടുത്തു. റാഗിംഗിന് ഇരയായ പെൺകുട്ടി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കേരള പോലീസിനും കർണാടക പോലീസിനും നൽകിയ മൊഴി ഒന്നാണെന്നും DYSP ജാൻവി പറഞ്ഞു. She's mentioned a few places in her statement where she's gone earlier for treatment. So we'll be visiting those places today and taking statement of the concerned doctors. She's given a similar statement. We're still searching for her. Her whereabouts are not known. She is absconding still now? Yes. കേസിലെ 4-ാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. പ്രതിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കുമെന്നും അവർ പറഞ്ഞു. ശേഷം ബന്ധുക്കളുടെയും മൊഴി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക കേരളം. കാവാലത്തിന്റെ ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സ്വവസതിയായ കാവാലം ശ്രീയേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് സർക്കാരിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കലാകാരന്മാരുടെയും ശിഷ്യരുടെയും ഗാനാർച്ചനയുടെ അകമ്പടിയോടെ മകൻ ശ്രീകുമാറാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട നാടകാചാര്യനെ ഒരു നോക്ക് കാണാൻ സാമൂഹിക സാംസ്കാരിക ലോകത്തെ നിരവധി പേർ കാവാലത്തെത്തിയിരുന്നു. രാവിലെ 7:30യോടെയാണ് കാവാലത്തിന്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലെത്തിച്ചത്. തറവാടായ ചാലയിൽ രാഷ്ട്രീയ, സാമൂഹിക, കലാരംഗങ്ങളിലെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. സംഗീതാർച്ചനയിലൂടെയും നിരവധി പേർ കാവാലത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് വിലാപയാത്രയായാണ് ഭൗതിക ശരീരം ശ്രീഹരിയിലേക്ക് കൊണ്ടുപോയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം.
സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് ചടങ്ങിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ചു. കലാകാരന്മാരുടെയും ശിഷ്യരുടെയും ഗാനാർച്ചനയുടെ അകമ്പടിയോടെയാണ് മകൻ കാവാലം ശ്രീകുമാർ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം, ആലപ്പുഴ. ബംഗാൾ വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ നീക്കുപോക്കിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ജൂലൈ 10 ബംഗാൾ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും അത്തരം കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. Post elections in Bengal, there is a very anti-human, merciless attack against our party and our cadre. And in order to face this attack and to repulse this attack, we decided that we should work for a broadest possible people's unity of resistance in Bengal. KPCC അധ്യക്ഷൻ VM സുധീറിനെതിരെ ഒളിയമ്പ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തമിഴ്നാട് PCC അധ്യക്ഷൻ രാജിവെച്ചത് മാതൃകാപരമാണെന്ന് MM ഹസൻ പറഞ്ഞു. പരസ്യ പ്രസ്താവന പാടില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും MM ഹസൻ തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. അത് നല്ല കാര്യമാണ്, കാരണം അതൊരു നല്ല മാതൃകയാണ്. അതായത് ഇവിടെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീ ഉമ്മൻചാണ്ടി രാജിവെച്ചതുപോലെ ഒരു നല്ല മാതൃകയാണ് ഇളക്കോവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നല്ലല്ലോ, ഒരു നല്ല മാതൃക ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പാർട്ടി തീരുമാനമൊന്നും ഇല്ലല്ലോ കല്യാണത്തിൽ പങ്കെടുക്കാൻ. കല്യാണ നിശ്ചയത്തിൽ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അവരുടെ ഔചിത്യം അനുസരിച്ച് അവർക്ക് തീരുമാനിക്കാം. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നവീകരിച്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 1ാം വാർഡ് രോഗികൾക്കായി തുറന്നുകൊടുത്തു. ജോളി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ആലുക്കാസ് തുടങ്ങിയവർ ചേർന്ന് വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ K മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് CMD ജോയ് ആലുക്കാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രിയിലെ ഓർത്തോ വാർഡിന്റെ നവീകരണം നടത്തിയതും ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 155ാം ഷോറൂം മലേഷ്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് മലേഷ്യയിലെ 2ാമത്തെ ഷോറൂമാണ്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ റോസ്മ മൻസാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഭാരവാഹികളായ ഷംലാൽ അഹമ്മദ് MP, അബ്ദുൽ സലാം KP, ദത്തുഖ് HJ, ഫറോസ് മുഹമ്മദ് ബിൻ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു.